ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ലേൺ വിത്ത് നിഹാല. അപ്പം ഈ വീഡിയോയിൽ എന്താണ് ഡാറ്റ സ്ട്രക്ചർ എന്താണ് പറയാൻ പോകുന്നത്. ഡാറ്റ സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കമ്പ്യൂട്ടറിൽ ഡാറ്റനെ സ്റ്റോറിങ് ചെയ്ത് വെക്കാൻ, അതേപോലെ പ്രോസസ്സിങ് ചെയ്ത് വെക്കാൻ, അതേപോലെ ഓർഗനൈസിങ് ചെയ്ത് വെക്കാനാണ് ഡാറ്റ സ്ട്രക്ചർ യൂസ് ചെയ്യുക. അപ്പം ഇതെന്തിനെന്ന് വെച്ചാൽ നമുക്ക് ഡാറ്റനെ എഫിഷ്യൻ്റ് ആയിട്ട് ആക്സസ് ചെയ്യാനും അതേപോലെ മോഡിഫൈ ചെയ്യാനും വേണ്ടിയിട്ടാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടൈം കോംപ്ലക്സിറ്റിയും അതേപോലെ സ്പേസ് കോംപ്ലക്സിറ്റിയും ആയിരിക്കും. ഓരോ ഓപ്പറേഷനും വേണ്ടിയിട്ട് നമ്മൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഡാറ്റ സ്ട്രക്ചർ ആയിരിക്കും ഉപയോഗിക്കുക. പിന്നെ ടൈപ്സ് ഓഫ് ഡാറ്റ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ആൻഡ് നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ആണ്. അപ്പം ലീനിയർ ഡാറ്റ സ്ട്രക്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാറ്റ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത് സീക്വൻഷ്യൽ മാനറിലാണ്, വൺ ആഫ്റ്റർ ആൻഡ് ദി അതർ. അപ്പോൾ നമുക്ക് അറേസ് അറിയാം. അറേ എടുത്ത് നോക്കുന്ന ടൈമിൽ വൺ അറേഞ്ച് ചെയ്തിട്ട് സെക്കൻഡിന് നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുന്നു. ലിങ്ക്ഡ് ലിസ്റ്റും സ്റ്റാക്ക് ക്യൂ ഒന്നും നമ്മൾ പഠിച്ചിട്ടില്ല. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എന്താന്ന് പറഞ്ഞു തരും. നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റനെ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഒരു ഹൈറാർക്കിയൽ മാനറിലോ അല്ലെങ്കിൽ ഒരു ഇന്റർ കണക്റ്റഡ് വേയിലോ ആയിരിക്കും. Like this example, importance of data structures. എഫിഷ്യൻസി ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് ഡാറ്റനെ ഒരു പ്രോപ്പർ വേയിൽ ആക്സസ് ചെയ്തെടുക്കാൻ കഴിയും. പിന്നെ റീയൂസബിലിറ്റി, പിന്നെ അബ്സ്ട്രാക്ഷൻസ്, പിന്നെ ആൽഗോരിതംസ്. നമ്മൾ ഒരുപാട് തവണ കേൾക്കുന്ന ഒരു ടേമാണത്. അത് നമുക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ മാത്രമാണ് അൽഗോരിതംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അല്ലാണ്ട് വലിയൊരു ടേം ഒന്നുമല്ല. Algorithm is a step-by-step procedure or set of rules designed to perform a specific task or solve a problem. Thank you guys.